എല്ലാവർക്കും ആരോമൽ ലൈഫ് വ്ലോഗ്സിന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. കറയാണെന്ന് തോന്നുന്നു. ഇപ്പം നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ ആരോമൽ കുക്കിംഗ് പരിപാടി നിർത്തി പച്ചക്കറി കച്ചവടം തുടങ്ങുന്നു? കണ്ടു ഞങ്ങളൊരു സെറ്റപ്പല്ലേ? അങ്ങനെയൊന്നുമല്ല. ഇത് നമ്മുടെ കുഞ്ഞാൻ്റിയുടെ വീടിൻ്റെ ടെറസിൻ്റെ മുകളിലുണ്ടായ കോവയ്ക്കാണ്. തൂക്കി നോക്കിയപ്പോൾ ഉണ്ടല്ലോ ഞാൻ തന്നെ ഞെട്ടിപ്പോയി. 6.5-7 കിലോ അടുപ്പിച്ചുണ്ടത്. അപ്പോൾ എനിക്ക് തോന്നി നമ്മൾ കുറേ നാളായി നമ്മൾ നല്ലൊരു ഹെൽത്ത് ഡ്രിങ്ക് ഉണ്ടാക്കിയിട്ട്. അപ്പോൾ കോവയ്ക്ക വെച്ചിട്ട് നമുക്ക് നല്ല അടിപൊളി ഒരു ഹെൽത്ത് ഡ്രിങ്ക് ഉണ്ടാക്കണം. അതുപോലെ തന്നെ ബാക്കി എന്ത് ചെയ്യും? ബാക്കി എന്തെങ്കിലുമൊക്കെ ചെയ്യാം, ആർക്കെങ്കിലും കൊടുക്കാം. പിന്നെ അതുപോലെ തന്നെ ഞാൻ കോവയ്ക്ക പറിക്കുന്ന കുറച്ച് വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ട്. അത് നിങ്ങൾ കാണണം, കാരണം ഒരുപാടുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ ചാനൽ ഇതുവരെയായിട്ട് ആരും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ വേഗം സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഇതിൽ കുറേ കോവയ്ക്ക ഉണ്ടായി നിൽപ്പുണ്ട് കേട്ടോ. ഇത് മേളിലുള്ളൊരു ഇതാട്ടോ, അടിയിൽ ഇഷ്ടം പോലെ ഉണ്ട്. പിന്നെ ഇതിൻ്റെ മേളിലത്തെ നിലയിലുള്ള അവിടെയും കോവൽ കുറേ ഉണ്ട്. നോക്കിക്ക് എന്തുമാത്രം നിൽക്കുന്നതെന്ന്. ഇവിടുന്ന് ഒരു 2-3 തവണയെങ്കിലും കുഞ്ഞാൻ്റെ എനിക്ക് ഈ കോവലിൻ്റെ കമ്പ് തന്നിട്ടുള്ളതാണ്. പക്ഷേ അതൊന്നും കിളിച്ചിട്ടില്ല. ഇതിപ്പോൾ ഞാൻ ഈ ഒരു സ്ഥലത്ത് നിന്ന് പറിച്ചാണ്. ഇത്രയുണ്ട്. ഇനി നമുക്കിതിൻ്റെ മേളിലുണ്ട്, അവിടെയും കൂടെ പോയി പറിക്കാമേ. മുകളിൽ ഇങ്ങനെയൊക്കെ കിടക്കും കേട്ടോ. നേരത്തെ എങ്ങാണ്ട് കെട്ടിയിട്ടിട്ടുണ്ട് സാധനം, പക്ഷേ അതൊക്കെ പൊട്ടിപ്പോയി. അപ്പോൾ ഇപ്പോൾ ഇങ്ങനെ കിടക്കുകയാണ്. പക്ഷേ ഇതിനിടയ്ക്കും ഒരുപാടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ അതൊക്കെ ഒന്ന് വേഗം പറിച്ചെടുക്കട്ടെ. കുറേ പഴുത്ത് നിൽക്കും കേട്ടോ. കുറേയൊക്കെ കിളികൾ കൊണ്ടുപോയി, കുറേയൊക്കെ നമുക്ക് കിട്ടിയിട്ടുള്ളൂ. പറിച്ചാലും തീരുന്നില്ലല്ലോ. ഈ ഒരു ബോക്സ് ഇപ്പോൾ ടെറസിൽ നിന്ന് കിട്ടിയ കേട്ടോ. അപ്പോൾ ഞാനിതെന്തായാലും ഇതിനകത്തോട്ട് ഇടുവാണേ. എന്തുമാത്രമാണെന്ന് നോക്കി, ഇനിയും ഉണ്ട്. നോക്കിക്കേ, ഇവിടെയൊക്കെ പോയി ഒളിച്ചിരുന്ന് ഞാൻ എങ്ങനെയാണ് മക്കളെ നിങ്ങളെ കണ്ടുപിടിക്കുക? ഉണ്ടോ, ഇതെല്ലാം ഇത് പിടിച്ച് പഴുത്ത് പോയതാണ്. ഹലോ ഗൈസ്, ഞാൻ കോവയ്ക്ക പറിച്ച് മടുത്തു. ഇതേ നോക്കിക്കേ, അടുത്ത നമ്മുടെ കുട്ടയിൽ നിറയാറായി. ഞാനിത് പറിച്ച് മിക്കവാറും എനിക്കിന്നിവിടെ പറിച്ചുകൊണ്ടിരിക്കാനായിരിക്കും ഫുള്ള് സമയം കേട്ടോ. കാരണം അതിന് മാത്രം ഉണ്ട്. ഇനി ഞാൻ താഴേന്ന് ഇനിയും പറിക്കാനാണെന്ന് തോന്നുന്നുണ്ടോ. കാരണം എൻ്റെ കണ്ണിന് നല്ല കാഴ്ചശക്തി ആയതുകൊണ്ട് അവിടെ ഇവിടെയൊക്കെ ഞാൻ കാണാതെ പോയിട്ടുണ്ട്. അപ്പോൾ ഒരു റൗണ്ട് കൂടെ താഴെ പോവുകയാണെങ്കിൽ കുറേ കൂടി കിട്ടും. അപ്പോൾ വീണ്ടും നമുക്ക് ഒരു കുട്ട കോവയ്ക്കയും കൂടി കിട്ടിയിട്ടുണ്ട്. അത് ഞാൻ ഈ ബോക്സുകളിൽ ഇടുവാണേ. ഇതെല്ലാം കൂടെ എന്ന് കഴിച്ച് തീർക്കുമോ എന്തോ. ഇത് കേട്ടോ, ഇവിടെ നിന്നാണ് ഞാൻ ആദ്യം പറിച്ചത്. എന്തായാലും ഞാൻ അവിടെ ഒന്നുകൂടെ പോയി നോക്കട്ടെ. ഇനിയും കാണാൻ സാധ്യത കൂടുതലാണ്. അപ്പോൾ ഞാൻ ഒരു റൗണ്ട് കൂടെ അടിച്ചപ്പോഴത്തേക്കും താഴെ മേളിൽ നിന്നും എനിക്ക് ഇത്രയും കൂടെ കിട്ടി. അപ്പോൾ അധികം ഒന്നും ഞാൻ മിസ് ചെയ്തിട്ടില്ല. അപ്പോൾ എല്ലായിടും എൻ്റെ കണ്ണ് എത്തിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഞാൻ കുറേ നാളുകൾക്ക് ശേഷം അടുക്കളയിലേക്ക് കയറിയിട്ടുണ്ട്. കുഞ്ഞാനെ നിർബന്ധിച്ചിട്ടുണ്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു നമ്മൾ കുറേ നാളായി ഒരു ഹെൽത്തി ഡ്രിങ്ക് ഉണ്ടാക്കിയിട്ട്. അപ്പം ഇത് ഷുഗർ പേഷ്യൻസിന് വേണ്ടിയിട്ടുള്ളതാണ്. നമുക്കും കഴിക്കാൻ കുഴപ്പമൊന്നുമില്ല. അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു 5 കോവയ്ക്ക, ഒരുപാട് വിളഞ്ഞ കോവയ്ക്കയല്ല, നമ്മൾ ഓൾറെഡി കോവയ്ക്ക പറിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ 5 കോവയ്ക്ക. അപ്പോൾ പിഞ്ച് കോവയ്ക്കയാണ് അത് ഞാൻ എടുത്തിട്ടുണ്ട്. ഇത് എത്രയായിട്ട് മുറിച്ചിട്ടുണ്ടെങ്കിൽ മുറിച്ചങ്ങ് കിട്ടോ, കുഴപ്പമൊന്നുമില്ല. എങ്ങനെ ഇട്ടോ, കൈമുറിയല്ലേ? അത് തന്നെ. ഇവിടുത്തെ കത്തിയൊക്കെ ഭയങ്കര മൂർച്ചയാണ് കുഞ്ഞാഞ്ചിയുടെ വീട്ടിൽ. അയ്യോ, കഴുത്തിലിട്ട് വെട്ടിയാലും മുറിയാത്ത പിച്ചാത്തി. അവിടെ വന്ന് എന്തെങ്കിലും അരിയണമെന്നുണ്ടെങ്കിലുണ്ടല്ലോ, എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് ഭ്രാന്താണ്. എനിക്ക് അമ്മ പറയുന്ന അമ്മയ്ക്ക് മൂർച്ച പറ്റൂല, നമ്മുടെ കൈ മുറിയും. അപ്പോൾ ഇതിലേക്ക് നമ്മൾ 5 കോവയ്ക്ക ഇട്ടിട്ടുണ്ട്. പിന്നെ ഒരു ചെറിയൊരു പുതിന. ഇത് ഇവിടെ ഉണ്ടായതാണ്, കുഞ്ഞാഞ്ചിയുടെ പുതിന ഇതിലുണ്ടായതാണ്. അതിട്ടു. ഇനി അതിലേക്ക് നമുക്ക് നാരങ്ങ നീര് അത് ജ്യൂസ് ഒഴിക്കുവാണ്. ഒരു പകുതി നാരങ്ങയുടെ ജ്യൂസ് ഒഴിക്കാം. ഇനി അതിലേക്ക് നമുക്ക് കുറച്ച് ഐസ് ക്യൂബ്സ് ഇടാമേ. എനിക്ക് കുറച്ച് തണുപ്പ് കൂടുതലാണോ 4 ഇട്ടിട്ടുണ്ട്. ഇനി ഹെൽത്തിയാണ്, അതുകൊണ്ട് നമ്മൾ ഉപ്പ് അല്ലെങ്കിൽ ഹണിയും വേണ്ട. ഷുഗർ പേഷ്യൻസ് അങ്ങനെ ഒരുപാട് മധുരമൊന്നും കഴിക്കേണ്ട, അതുകൊണ്ട് നമുക്ക് ഉപ്പിടാം. അപ്പോൾ ഇത് നമുക്ക് കുറച്ച് വെള്ളം ചേർത്തിട്ട് നമുക്ക് അടിച്ചെടുക്കാം. എന്നിട്ട് എത്ര നമുക്ക് വേണമെന്നുള്ളതനുസരിച്ച് വെള്ളം ചേർത്താൽ മതി കേട്ടോ. ഇപ്പോൾ ഒന്ന് അടിച്ചിട്ട് വരാം.
ഞാൻ നമ്മുടെ കോവയ്ക്ക ജ്യൂസ് അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതാ ഈ ഗ്ലാസ്സിനകത്തോട്ട് ഒഴിക്കാം. കുഞ്ഞാൻ്റെ കൊടുക്കുവാണ് ടേസ്റ്റ് ചെയ്യാൻ. കുഞ്ഞാൻ്റെ ഭയങ്കര ഇഷ്ടമാണ്. ഇവിടെ സാധാരണ മിക്കവാറും വൈകിട്ട് ഇത് കുടിക്കാറുണ്ട്. കാരണം കണ്ടല്ലോ മേളിൽ കോവയ്ക്ക എന്തുമാത്രം ഉണ്ടെന്നോ. അപ്പം എല്ലാ ദിവസവും ഇത് കുടിക്കും. അടിപൊളിയാണ്. കുടിക്കാറുണ്ടല്ലോ, സ്ഥിരം കുടിക്കാറുണ്ട്. മറ്റേ കോവയ്ക്കയുടെ ഒരു റോ ടേസ്റ്റ് ഒന്നുമില്ല. കാരണം ആ മിൻറ്റും ലൈമും കൂടെ വരുന്നത് കൊണ്ട് അങ്ങനത്തെ പ്രത്യേക ടേസ്റ്റ് ഒന്നുമില്ല. ഈ മൊത്തം കുടിക്കല്ലേ